ഹായ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണല്ലോ ബൈബിളിലെ ആദ്യത്തെ വാക്യം. അതിനർത്ഥം ഈ ആദിയിൽ എന്ന് പറയുമ്പോൾ ഈ ലോകസൃഷ്ടിയല്ല ഏറ്റവും ആദ്യമായി നടന്നത്. ആ ലോകസൃഷ്ടിക്ക് പിന്നിലും സമയമുണ്ട്, ഒരു കാലഘട്ടമുണ്ട്. അതിന് പിന്നിൽ ദൈവമുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിയിൽ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ ഒരു സമയത്ത് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നതാണ് അതിൻ്റെ ശരി. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഞായറാഴ്ച 10 മണിക്ക് ഒരു സ്ഥലത്ത് പോയി എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ പോകുന്ന ആ സമയത്തിന് പിന്നിലും ഞായറാഴ്ച എന്ന് പറയുന്ന ആ ദിവസത്തിൻ്റെ സമയങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ആദിയിലുള്ള ഒരു കാലഘട്ടത്തിലെ ഒരു സമയത്ത് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നതാണ് അതിൻ്റെ ശരി. അല്ലാണ്ട് ഈ ലോകസൃഷ്ടിയാണ് ലോകത്തിൽ ആദ്യമായി നടന്നത്, അല്ല ഈ കാലഘട്ടത്തിൽ ആദ്യമായി നടന്നത് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഹായ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണല്ലോ ബൈബിളിലെ ആദ്യത്തെ വാക്യം. അതിനർത്ഥം ഈ ആദിയിൽ എന്ന് പറയുമ്പോൾ ഈ ലോകസൃഷ്ടിയല്ല ഏറ്റവും ആദ്യമായി നടന്നത്. ആ ലോകസൃഷ്ടിക്ക് പിന്നിലും സമയമുണ്ട്, ഒരു കാലഘട്ടമുണ്ട്. അതിന് പിന്നിൽ ദൈവമുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിയിൽ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ ഒരു സമയത്ത് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നതാണ് അതിൻ്റെ ശരി. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഞായറാഴ്ച 10 മണിക്ക് ഒരു സ്ഥലത്ത് പോയി എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ പോകുന്ന ആ സമയത്തിന് പിന്നിലും ഞായറാഴ്ച എന്ന് പറയുന്ന ആ ദിവസത്തിൻ്റെ സമയങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ആദിയിലുള്ള ഒരു കാലഘട്ടത്തിലെ ഒരു സമയത്ത് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നതാണ് അതിൻ്റെ ശരി. അല്ലാണ്ട് ഈ ലോകസൃഷ്ടിയാണ് ലോകത്തിൽ ആദ്യമായി നടന്നത്, അല്ല ഈ കാലഘട്ടത്തിൽ ആദ്യമായി നടന്നത് എന്ന് നമ്മൾ വിചാരിക്കരുത്.